പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുന്നതിനിടെ ഇടതുമുന്നണി യോഗം നാളെ ചേരും. ഉപനേതൃസ്ഥാനം വേണമെന്നുള്ള ആവശ്യം യോഗത്തിൽ ഉന്നയിക്കാനാണ് CPI-യുടെ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ചേരുന്ന ആദ്യ യോഗമാണ് നാളെ നടക്കുക. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന ഇടതുമുന്നണി യോഗമാണ് നാളെ തലസ്ഥാനത്ത് നടക്കുക. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിനായുള്ള തർക്കം രൂക്ഷമായി നടക്കുന്നതിനിടയിൽ ചേരുന്ന യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. ഉപനേതൃസ്ഥാനം വേണമെന്നുള്ള ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ CPI തയ്യാറല്ല. അതിനാൽ തന്നെ ആവശ്യം ശക്തമായി ഉന്നയിക്കപ്പെടും. എന്നാൽ ഉപനേതൃസ്ഥാനം വിട്ടു നൽകാൻ തയ്യാറല്ലെന്ന നിലപാടിലാണ് CPM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് ഘടകകക്ഷികൾ ഉയർത്തുന്ന ആവശ്യം. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് AKG സെന്ററിലാണ് യോഗം നടക്കുക. അതേസമയം UDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കുവാനുള്ള സമര പരിപാടികളെ കുറിച്ചുള്ള ചർച്ചകളും യോഗത്തിൽ നടക്കാനിടയുണ്ട്. സർക്കാരിനെതിരായുള്ള സമരങ്ങളിൽ യോജിച്ചു പോകാൻ ഇടതുമുന്നണിക്ക് സാധിക്കാത്ത സാഹചര്യമാണുള്ളതെന്ന് ഘടകകക്ഷികൾ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് യോഗം ചേരുവാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. സർക്കാരിനെതിരെ രാഷ്ട്രീയമായ ഒട്ടേറെ വിഷയങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും LDF-ന് കൂട്ടായ തീരുമാനമെടുത്ത് മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇത് പ്രതിപക്ഷം ദുർബലമാകുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കുന്നതായാണ് ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പരാജയവും ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. വീഴ്ചകളെ മറികടന്ന് മുന്നോട്ടു പോകുവാനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും യോഗത്തിൽ വിലയിരുത്തപ്പെടും. ജനം, തിരുവനന്തപുരം.